സ്വാഗതം കൂട്ടുകാരെ. ഞാൻ മനോജ്. ഫസ്റ്റ് ഇയർ മോഡൽ എക്സാം മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഇയർ മോഡൽ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഇയർ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള 99 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും നോൺ ഫോക്കസ് ഏരിയയ്ക്ക് വെളിയിൽ നിന്ന് 21 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് വന്നത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്. ഞാനത് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളും പേപ്പർ എടുത്ത് എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുകയും പഠിക്കുകയും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. വെറുതെ ശബ്ദം ഉണ്ടാക്കി അന്തരീക്ഷത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കുകയും അങ്ങനെ മാജിക്കുകൾ കാണിച്ചൊന്നും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ തന്നെ ഞാനിത് ക്വസ്റ്റ്യൻസും ചെയ്യുന്നതെല്ലാം പഠിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തുനിന്ന് പഠിപ്പിക്കുന്നതിന് ശേഷം ഫോക്കസ് ഏരിയയ്ക്ക് വെളിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് കൈകാര്യം ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ പരീക്ഷയ്ക്കുള്ള. ആദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് ആണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. ഒന്നൊരു ക്വസ്റ്റ്യൻ വായിക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. ഇത് ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനൊരു സ്റ്റാർ ഇട്ടേക്കാം. ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യൻ തിരിച്ചറിയാൻ വേണ്ടി ഫോക്കസ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു സ്റ്റാർ ഇട്ടേക്കാം. അതിനകത്ത് ഒന്നാമത്തെ ചെയ്യേണ്ടത് റൈറ്റ് എ ഇൻ ദി, ഈ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ റോസ്റ്റർ ഫോമിൽ എഴുതണം. കോമയിട്ട് വേർതിരിച്ച് എഴുതണം. ഉത്തരങ്ങളെ അതിൻ്റെ അകത്ത് വരുന്ന പ്രൈം നമ്പേഴ്സിനെ കോമയിട്ട് വേർതിരിച്ച് എഴുതുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ. ആ എയ്ക്ക് എത്ര സബ്സെറ്റുകൾ എഴുതാം? സബ്സെറ്റുകളുടെ എണ്ണമാണ് പറയുന്നത്. ഞാനതൊന്ന് ചെയ്യാൻ തുടങ്ങാം. നിങ്ങളും എൻ്റെ കൂടെ ചെയ്യാൻ തുടങ്ങാം. അതിന് പറഞ്ഞേക്കുന്നത്, നമുക്ക് ആദ്യം ഇവിടെ പറഞ്ഞേക്കുന്നത് 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സാണ്. നമുക്കത് നമ്മൾ പഠിച്ചതാണ്. ക്യാപിറ്റൽ എ ഈക്വൽ ടു 10ൽ താഴെ. ആദ്യത്തെ പ്രൈം നമ്പർ ഏതാണ്? ആദ്യത്തെ പ്രൈം നമ്പർ 2, 3, 5, 7. പക്ഷേ ഇവിടെ എല്ലാം ഈ 3, 5, 7 കണ്ടു കഴിഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് ആണെങ്കിലും, പക്ഷെ 9 വരികയില്ല. 9നെ നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പാടുള്ളൂ. അതായത് 9 ആകുമ്പോൾ 9നെ 1 കൊണ്ട് ഹരിക്കാം, 9 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം. അന്നേരം ഏതൊക്കെ വരും? 2, 3, 7, 2, 3, 5, 7. 10ൽ താഴെ പറഞ്ഞേക്കുന്നത്. അന്നേരം എന്ത് വരുള്ളൂ? ഇതുവരെയേ ഉള്ളൂ. അന്നേരം ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് എ ഈക്വൽ ടു സെറ്റ് 2, 3, 5, 7. 2, 3, 5, 7. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ. നമുക്കറിയാം, ഒരു സെറ്റിൽ എൻ ഓഫ് എ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. എൻ ഓഫ് എ ഈക്വൽ ടു എം ആണെങ്കിൽ, എയിലെ എലമെൻറ്റുകളുടെ എണ്ണം എം ആണെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2m ആണ്. 2m. എൻ ഓഫ് എ ഈക്വൽ ടു എം ആണെങ്കിൽ, എയിലെ എലമെൻറ്റുകളുടെ എണ്ണം എം ആണെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം 2m ആണ്. എന്നാൽ നമുക്കിവിടെ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഈക്വൽ ടു, ഇവിടെ എത്ര എലമെൻ്റ് ഉണ്ട് എയിൽ? 1, 2, 3, 4. അന്നേരം ഇവിടെ 2^4. 2^4 വരുമ്പോൾ എത്രയാവും? 2^4 എന്ന് പറഞ്ഞാൽ 2 × 2, വീണ്ടും 2 × 2, 2 × 2, 4 2കൾ, 4, 16. ഉത്തരം 16 ആണ്. എന്നാൽ ഒന്നുകൂടെ പറയാം. എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. 10ൽ താഴെയുള്ള പ്രൈം അഭാജ്യ സംഖ്യകളുടെ, വിഭജിക്കാൻ പറ്റത്തില്ലാത്ത സംഖ്യകൾ, അഭാജ്യ സംഖ്യകളുടെ സെറ്റിനെയാണ് എ എന്ന് പറയുന്നത്. അന്നേരം ഏതൊക്കെ വരും? 2, 3, 5, 7.
അന്നേരം ഒന്നാമത്തെ റൈറ്റ് എ ഇൻ ദി റോസ്റ്റർ ഫോം കോമയിട്ട് എഴുതി എ എന്ന് പറയുന്നത് 2, 3, 5, 7. അന്നേരം എയിലെ എണ്ണം നോക്കുക 1, 2, 3, 4 ഉണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ 2⁻4. ഇപ്പം 5 ആണെങ്കിൽ 2⁵5. ഇവിടെ 4 ആയതുകൊണ്ട് 2⁴ = 60. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതും സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇഫ് എ ആൻഡ് ബി ആർ 2 sets such that n of a = 100, n of b = 150, n of a intersection b = 50. Find the following values. 1. n of a union b, n of a minus b. അന്നേരം നമ്മളിത് കണ്ടിട്ടുള്ള പ്രോബ്ലമാണ്. ഫോക്കസ് ഏരിയയിലെ പ്രോബ്ലമാണ്. ഞാനത് സ്റ്റാർ ഇട്ടേക്കാം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി. ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യനാണ്. അന്നേരം എ ആൻഡ് ബി ആർ 2 sets. എയും ബിയും 2 സെറ്റാണ്. അതിൽ എയിലെ എലമെൻറ്റുകളുടെ എണ്ണം, എയിലെ അംഗങ്ങളുടെ എണ്ണം 100, ബിയിലെ അംഗങ്ങളുടെ എണ്ണം 150. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എയിലെ നമ്പർ ഓഫ് എ, എൻ ഓഫ് എ = 100. നമ്പർ ഓഫ് ബി, ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം 150. എയിലും ബിയിലും ഉള്ള അംഗങ്ങളുടെ എണ്ണം 50. എ ഇൻ്റർസെക്ഷൻ ബി 50. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ എൻ ഓഫ് എ യൂണിയൻ ബി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൻ ഓഫ് എ യൂണിയൻ ബി. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമ്മൾ തന്നിരിക്കുന്ന അങ്ങ് എഴുതാം. എൻ ഓഫ് എ എത്രയാണ്? 100. 100 പ്ലസ് എൻ ഓഫ് ബി 150 മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 50. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 100, 200, 250. 250 50 പോയി കഴിഞ്ഞാൽ 200. അന്നേരം ഒന്നാമത്തിൻ്റെ ഉത്തരം. അത് ഫോർമുല കൊടുത്താൽ മതി. എൻ ഓഫ് എ യൂണിയൻ ബി എല്ലാവരും കൂടെ പറയുകയും എഴുതി പഠിക്കുകയാണ് ചെയ്യുക. എൻ ഓഫ് എ യൂണിയൻ ബി = എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ആ ഓരോ വാല്യൂസ് കറക്റ്റ് പ്ലേസിൽ ഇടുക. ഇത് രണ്ടും കൂട്ടുക. അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 50 കുറയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം പറയുന്നത് എൻ ഓഫ് എ മൈനസ് ബി ആണ്. ഇതിങ്ങനെ ഫോർമുല നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ ഫോർമുല കണ്ടിട്ടുണ്ടാവില്ല. നമുക്കറിയാം എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുണ്ട് ബിയിലില്ല. അതിന് നമുക്കിങ്ങനെ എഴുതാം. എ ആൻഡ് നോട്ട് ബി. എയിലുണ്ട് എന്നാൽ ബിയിലില്ല. എ ആൻഡ് നോട്ട് ബി. അതിന് നമുക്കിങ്ങനെ എഴുതാം. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അന്നേരം ഇത് ഒന്ന് പഠിക്കുക. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എ മൈനസ് ബി = എ ആൻഡ് നോട്ട് ബി. അതിനെ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയാം. ഇതിനെ നമുക്കിങ്ങനെ പറയാം. എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാം. എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. അന്നേരം നമുക്കിവിടെ എലമെൻറ്റുകളുടെ എണ്ണം ആയതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം. അന്നേരം എൻ ഓഫ് എ മൈനസ് ബി അല്ലെങ്കിൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എൻ ഓഫ് എ മൈനസ് ഓർത്തിരുന്നാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഈക്വൽ ടു എന്തെഴുതാം? എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എൻ ഓഫ് എ മൈനസ് എന്നിങ്ങനെ ഓർത്താൽ മതി. ഇതിൽ ഉള്ളതെന്ന് ഓർത്താൽ മതി. എൻ ഓഫ് എ മൈനസ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമുക്കിവിടെ ഫോർമുല എഴുതാം. എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അന്നേരം എൻ ഓഫ് എ എന്ത് വരും? എൻ ഓഫ് എ 100. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 50. അന്നേരം എത്ര വരും? ഉത്തരം 50. ഒന്നുകൂടെ പറയാം. എൻ ഓഫ് എ യൂണിയൻ ബി = എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അന്നേരം ഓരോ വാല്യൂസ് കറക്റ്റ് പ്ലേസിൽ ഇടുക. സിംപ്ലിഫൈ ചെയ്താൽ മതി. എ മൈനസ് ബി ഈ ഫോർമുല മാത്രമാണ് ഒരു പ്രശ്നമുള്ളത്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ ആൻഡ് നോട്ട് ബി. അതിന് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയാം. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. ഇവിടെ ബിയിലില്ല കോംപ്ലിമെൻറ്റിലേ ഉള്ളൂ. അത് നമുക്ക് എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാം. എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി.
അന്നേരം എൻ ഓഫ് എ എൻ കൊടുക്കുമ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റുകളുടെ എണ്ണം കൊടുക്കുമ്പോൾ എൻ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഇത് ഫോക്കസ് ഏരിയയിൽ നിന്ന് വെളിയിലുള്ള ക്വസ്റ്റ്യനാണ്. കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ 7 റൈസ് ടു എൻ മൈനസ് 3 റൈസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ 4. അതിനകത്ത് ചെക്ക് വെദർ പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 റൈസ് ടു എൻ മൈനസ് 3 റൈസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ 4. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. 7 റൈസ് ടു എൻ മൈനസ് 3 റൈസ് കൺസിഡർ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് 7 റൈസ് ടു എൻ മൈനസ് 3 റൈസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ 4. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കൊടുത്ത് ശരിയാണെന്ന് നോക്കണം. കെയ്ക്ക് അസ്യൂം ചെയ്തുകൊണ്ട് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. ഇത് ഫോക്കസ് ഏരിയയിൽ നിന്ന് വെളിയിലുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. നമുക്കിത് കുറച്ച് എഴുതാനുണ്ട്. എല്ലാവരും കൂടെ നമുക്ക് കൂടെ ഒന്ന് എഴുതി നമുക്ക് പഠിക്കാം. അങ്ങനെ ഒന്നാമത്തെ പറഞ്ഞേക്കുന്നത് ചെക്ക് വെദർ പി ഓഫ് 1 ഈസ് ട്രൂ. ആദ്യം നമുക്ക് പി ഓഫ് എൻ എന്ന് എടുത്തെഴുതാം. പി ഓഫ് എൻ എന്താണ്? 7 റൈസ് ടു എൻ മൈനസ് 3 റൈസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ 4. നമുക്ക് ചെയ്യേണ്ടത് ഒന്നാമത്തെ ചെയ്യേണ്ടത് എന്താ പറഞ്ഞേക്കുന്നത്? ചെക്ക് വെദർ പി ഓഫ് 1 ഈസ് ട്രൂ. എൻ ഈക്വൽ ടു 1 കൊടുക്കുക. അന്നേരം എന്ത് വരും? പി ഓഫ് 1 ആയി. എന്നിന് ഇവിടെ 1 കൊടുക്കുക. ഇവിടെ എന്ന് കാണുന്നിടത്ത് ഇവിടെയും എന്ന് കാണുന്നുണ്ട്. എന്ന് കാണുന്നിടത്ത് 1 കൊടുക്കുക. അന്നേരം പി ഓഫ് 1 വരുമ്പോൾ എന്താവും? ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഇതാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 കൊടുക്കുമ്പോൾ 7 റൈസ് ടു 1 മൈനസ് 3 റൈസ് ടു 1. അതിൻ്റെ ഉത്തരം എഴുതുക. 7 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 7 ആണ്. മൈനസ് 3 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അന്നേരം 7 മൈനസ് 3 എന്ത് വരും? 4. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 4 കിട്ടി. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈസ് ഡിവിസിബിൾ ബൈ 4. അന്നേരം 4നെ റൈറ്റ് ഹാൻഡ് സൈഡും കിട്ടി. നമുക്ക് എന്ത് പറയാം? ദെയർഫോർ പി ഓഫ് 1 ശരിയാണ്. പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 ഈസ് ട്രൂ. ഒന്നുകൂടെ പറയാം. നമുക്ക് എന്നിന് 1 കൊടുക്കുമ്പോൾ ഇവിടെയും 1 കൊടുക്കണം. പി ഓഫ് 1 7 റൈസ് ടു 1 മൈനസ് 3 റൈസ് ടു 1 ദാറ്റ് ഈസ് 7 മൈനസ് 3. 7 റൈസ് ടു 1 7 മാത്രമേ ഉള്ളൂ. 3 റൈസ് ടു 1 3 മാത്രമേ ഉള്ളൂ. 7 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഈസ് ഡിവിസിബിൾ ബൈ 4. ദെയർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. നമുക്ക് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അന്നേരം പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് കെ എങ്ങനെ എഴുതാം? പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ 7 റൈസ് ആണ്. പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ ഈസ് ഡിവിസിബിൾ ബൈ 4. അത് ഞാനൊരു ഇത് കാരണം പറയാം. ഇപ്പോൾ 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 5നെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിനകത്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിനകത്ത് 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 20നെ നമുക്ക് 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 5ഉം വേറൊരു സംഖ്യ ഉള്ളതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ 20 ആ ഹരിക്കുന്ന സംഖ്യയും വേറൊരു സംഖ്യയും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഹരിക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞ പോലെ 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്കിങ്ങനെ എഴുതാം. 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ ഈക്വൽ ടു 4ഉം വേറൊരു സംഖ്യയുണ്ട് 4d എന്ന് എഴുതാം. എന്നാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്തിരിക്കണം. 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ എല്ലാവരും ഇങ്ങനെ എഴുതി വെക്കും. ഇവിടെ നിന്ന് മറന്നുപോകും. 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെയ്ക്ക് ഒരു 4d എന്ന് കൊടുത്തു. ഇത് നമുക്ക് കെ പ്ലസ് 1 ശരിയാണെന്ന് നോക്കണം. n ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1. n ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1. എന്നാലും എന്ത് വരും? പി ഓഫ് കെ പ്ലസ് 1. എന്നിൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുക്കുക. 7 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 3 റൈസ് ടു കെ പ്ലസ് 1 ഈക്വൽ ടു. എന്ന് നോക്കിയാൽ 7 റൈസ് ടു കെ പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ 2 ബേസിലേക്ക് ഇറക്കി എഴുതാം. 7 റൈസ് ടു കെ ഇൻറ്റു 7 റൈസ് ടു 1 7 എന്ന് എഴുതാം. മൈനസ് 3 റൈസ് ടു കെ പ്ലസ് 1 എങ്ങനെ എഴുതാം? 3 റൈസ് ടു കെ ഇൻറ്റു 3 എന്ന് എഴുതാം. ഇതിൻ്റെ അകത്ത് ഒരു 7 ഇൻറ്റു
ഒരു 7 ഇൻറ്റു 3 റൈസ് ടു കെ കുറയ്ക്കുകയും ഒരു 7 ഇൻറ്റു 3 റൈസ് ടു കെ കൂട്ടുകയും ചെയ്തു. ഒരു 7 ഇൻറ്റു, അത് ഓർത്തിരിക്കണം, ഇതും നമ്മൾ ഓർത്തിരിക്കാതെ രക്ഷയില്ല. ഒരു 7 ഇൻറ്റു 3 റൈസ് ടു കെ കുറയ്ക്കുകയും അത് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്റ്റ് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്തു. 7 ഇൻറ്റു 3 റൈസ് ടു കെ സബ്സ്ട്രാക്റ്റ് ചെയ്തു, 7 ഇൻറ്റു 3 റൈസ് ടു കെ ആഡ് ചെയ്തു. എന്നിട്ട് ഈ ആദ്യത്തെ രണ്ടും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യും. പിന്നെ രണ്ടാമത്തെ രണ്ടും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ 7 റൈസ് ടു കെ മൈനസ് 7 റൈസ് ടു കെ ഇൻറ്റു 7 മൈനസ് 7 ഇൻറ്റു 3 രണ്ടിലും കോമൺ ആയിട്ട് 7 എടുക്കാം. 7 പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് മിച്ചം വരും? ഒരു 7 റൈസ് ടു കെ മിച്ചം വരും. അവിടെ 7 എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു മൈനസ് 3 റൈസ് ടു കെ മിച്ചം വരും. പ്ലസ് ഇനി ഇത് രണ്ടും 3 റൈസ് ടു കെ ഇൻറ്റു 3 ഉണ്ട്, 7 ഇൻറ്റു 3 റൈസ് ടു കെ രണ്ടിൻ്റെ അകത്തൊരു 3 റൈസ് ടു കെ പുറത്തേക്ക് എടുക്കാം. 3 റൈസ് ടു കെ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ 3 റൈസ് ടു കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആദ്യം എഴുതാം. ഒരു 7 മിച്ചം വരും. ഇവിടെ 3 റൈസ് ടു കെ എടുത്ത് കഴിയുമ്പോൾ ഒരു 3 മിച്ചം വരും. ഒന്നുകൂടെ പറയാം. 7 റൈസ് ടു കെ ഇൻറ്റു 7 നിന്നാണ് 7 ഇൻറ്റു 3 രണ്ടിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലായി. രണ്ടാമത് 7 കിടപ്പുണ്ട്. 7 പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ 7 റൈസ് ടു കെയും ഇവിടെ ഒരു 3 റൈസ് ടു കെയും മിച്ചം വരും. പ്ലസ് ഇതിനകത്ത് രണ്ടാമത് ഒരു 3 റൈസ് ടു കെ കാണുന്നുണ്ട്. 3 റൈസ് ടു കെ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ പോസിറ്റീവ് നമുക്ക് ആദ്യം എഴുതാം. 7 മനസ്സിലാവും മിച്ചം വരും. ഇവിടെ ഒരു മൈനസ് 3 മിച്ചം വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വീണ്ടും എഴുതി കഴിയുമ്പോൾ 7 ഇൻറ്റു ഈ 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെയ്ക്ക് നമുക്ക് 4D എന്ന് സപ്പോസ് ചെയ്യാം. ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പി ഓഫ് കെ പ്ലസ് 1 ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ അസ്യൂം ചെയ്ത് ഉപയോഗിക്കണം. അന്നേരം 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ 4D എന്നുള്ള നമ്മൾ അസ്യൂം ചെയ്ത് ഇവിടെ ഉപയോഗിച്ചു. പ്ലസ് 3 റൈസ് ടു കെ ഇൻറ്റു 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. ദാറ്റ് ഈസ് ഗുഡ്. ഇതിനകത്ത് രണ്ടിനകത്തും എന്തുണ്ട്? 4 ഉണ്ട്. 4 പുറത്തേക്ക് ഇടും. രണ്ടിലും 4 ഉണ്ട്. അന്നേരം ഇവിടെ ഒരു 7D മിച്ചം വരും. പ്ലസ് ഇവിടെ ഒരു 3 റൈസ് ടു കെ മിച്ചം വരും. നമുക്ക് തെളിയിക്കേണ്ടത് പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 7 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 3 റൈസ് ടു കെ പ്ലസ് 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നാലും 7 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 3 റൈസ് ടു കെ പ്ലസ് 1 നമ്മൾ ഉത്തരവായിട്ട് എങ്ങനെ എഴുതി? 4 ഇൻറ്റു 7D പ്ലസ് 3 റൈസ് ടു കെ. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു സാധനത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് 4ഉം വേറൊരു സാധനം ഉണ്ടാകണം. 4ഉം വേറൊരു ടേം കൂടെ വന്നു അല്ലേ? 4ഉം വേറൊരു നമ്പറോട് വന്നു. അന്നേരം ഈസ് ഡിവിസിബിൾ ബൈ 4. Therefore P of K plus 1 is true. എന്നാലും രണ്ടാമത്തെ ക്വസ്റ്റ്യനുമായി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. എൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. assume that P of K is true. നമ്മൾ P of K ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് P of K is true, P of K ട്രൂ ആണെങ്കിലേ ഇത് ചെയ്താൽ മതി. P of K ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. P of K ട്രൂ ആണെന്ന് എഴുതി. P of K is 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ ഈസ് ഡിവിസിബിൾ ബൈ 4. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഓർക്കണം. അത് എപ്പോഴും ഓർത്തിരിക്കണം. അത് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ ഈക്വൽ ടു 4D. n is equal to k plus 1. P of K plus 1 7 raised to K plus 1 minus 3 raised to K plus 1 equal to 7 raised to K into 7 minus 3 raised to K into 3 ഈ മൈനസ് ഒരു ടേം. ഈ ടേം ഓർത്തിരിക്കണം. ഞാൻ വട്ടത്തിലിട്ടേക്കുന്ന രണ്ട് ഓർത്തിരിക്കുക. 7 അവിടേക്കാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത്. 7 ഇൻറ്റു 3 റൈസ് ടു കെ സബ്ട്രാക്ട് ചെയ്തു. 7 ഇൻറ്റു 3 റൈസ് ടു കെ ആഡ് ചെയ്തു. എന്നിട്ട് ആദ്യത്തെ രണ്ട് ടേം ഇതിൻ്റെ അത് 7 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. എന്നാലും 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ മിച്ചം വരും. ഇത് രണ്ടും 3 റൈസ് ടു കെ എടുത്തു. 7 മൈനസ് 3 എന്ന് മിച്ചം വരും. 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെക്ക് 4D എന്ന് കൊടുത്തു. 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് അറിയാം. രണ്ടാന്ന് 4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. 7D പ്ലസ് 3 റൈസ് ടു കെ എന്ന് ബ്രാക്കറ്റിൽ കിട്ടും. ഈസ് ഡിവിസിബിൾ ബൈ 4. ദെൻ P of K plus 1 ഈസ് ട്രൂ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ അത് ബൈനോമിയൽ തിയറത്തിൽ നിന്നുള്ളതാണ്. ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ബൈനോമിയൽ തിയറത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഫോക്കസ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യനാണ് ബൈനോമിയൽ തിയറം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂസിങ് ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് എക്സ് സ്ക്വയർ പ്ലസ് 3/x റേസ് ടു 5. ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം, വലുതാക്കണം. നമ്മൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന പോലെ വലുതാക്കി. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ വലുതാക്കി. നമ്മൾ 10ാം ക്ലാസ്സിൽ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ളതാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 3/x റേസ് ടു 5നെ ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യണം. നമുക്കൊന്നുകൂടെ എഴുതാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 3/x റേസ് ടു
5 ഈക്വൽ ടു അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. നമ്മൾ ബൈനോമിയൽ തിയറമാണ്. ബൈനോമിയൽ കോഎഫിഷ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് വേണം എക്സ്പാൻഡ് ചെയ്യാൻ. നമുക്ക് ആദ്യത്തെ ടേം എഴുതുമ്പോൾ 5c0 ആദ്യത്തെ ടേം എഴുതുക. എക്സ് സ്ക്വയർ റേസ് ടു 5 പ്ലസ് 5c1 എക്സ് സ്ക്വയർ റേസ് ടു 4. രണ്ടാമത്തെ ടേം എന്ന് തുടങ്ങുക 3/x. അടുത്ത 5c2 എക്സ് സ്ക്വയർ റേസ് ടു 3 ആയി. 3/x പവർ ഒന്ന് കൂടി 2 ആയി. പ്ലസ് 5c3 എക്സ് സ്ക്വയർ ഒന്നുകൂടെ കുറഞ്ഞു 2 ആയി. രണ്ടാമത്തെ ടേം 3/x റേസ് ടു 3 ആയി. പ്ലസ് 5c4 എക്സ് സ്ക്വയർ റേസ് ടു 1 ആയി. 3/x റേസ് ടു 4 ആയി. അടുത്തത് 5c5 എക്സ് സ്ക്വയറിൻ്റെ ടേം ആദ്യത്തെ ടേം ഇല്ലാതായി. 3/x റേസ് ടു 5. നമ്മൾ ആദ്യം ഇത് എഴുതി ശരിയാണെന്ന് നോക്കാൻ വേണ്ടി ഇവിടെ 5 വരുമ്പോൾ 6 ടേം ഉണ്ടോ എന്ന് നോക്കണം. 1 2 3 4 5 6 6 ടേം ഉണ്ട്. നമ്മൾ എഴുതി ശരിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബൈനോമിയൽ കോഎഫിഷ്യൻസ് ഓർഡറിലാണ് പോകുന്നത്. 5c0 5c1 5c2 5c3 5c4 5c5 അതും അങ്ങനെ ഓർഡറിലാണ് പോകുന്നത്. പിന്നെ ആദ്യത്തെ ടേമിൻ്റെ പവർ കുറഞ്ഞ് കറക്റ്റായിട്ടാണ് പോകുന്നത്. 5 4 3 2 1 ഇല്ലാതായി. രണ്ടാമത്തെ ടേമിനാണ് തുടങ്ങുന്നത് നോക്കുക. രണ്ടാമത്തെ ടേം ഇതാണ്. രണ്ടാമത്തെ ടേമിനാണ് തുടങ്ങി 3/x സ്ക്വയറായി, ക്യൂബായി, 4 ആയി, 5 ആയി. അന്നേരം എഴുതിയതെല്ലാം ശരിയാണ്. ഇത് നമുക്കിനി കറക്റ്റ് വാല്യൂ കൊടുത്താൽ മതി. ദറ്റ് ഈസ് ഈക്വൽ ടു 5c0 എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മളിവിടെ 0 വരുമ്പോൾ 1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5c0 1 ആണ്. 5c0 1 ആണ്. പിന്നെ 5c1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5c5 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത്രയും നമ്മൾ ഓർക്കുക. 5c4 അത് നമുക്ക് അത്ര ഓർത്താം. ബാക്കി നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. അതാണ് കുറച്ചും കൂടെ നല്ലത്. കുറച്ചും കൂടെ സിമ്പിൾ, എളുപ്പത്തിൽ കാര്യങ്ങൾ പോകുന്നതാണ്. അന്നേരം 5c0 1 ആണ്. അന്നേരം 1 ഇവിടെ എത്ര വരും? പവറിൻ്റെ പവർ a⁻m⁻n. നമുക്ക് സൈഡിൽ ഒന്ന് എഴുതിയേക്കാം. a⁻m⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m ആണ്. പവർ നമ്മൾ ഗുണിക്കണം. അന്നേരം ഇവിടെ എത്ര വരും? i2 10 x⁻10 ആയി. 5 2 ഗുണിക്കണം. പ്ലസ് 5c1 എന്ന് പറഞ്ഞാൽ 5 ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? x⁻4 8 ആയി. പിന്നെ ഒരു 3/x ഉണ്ട് താനും. അടുത്ത 5c2 നമുക്ക് ചെയ്ത് നോക്കാം. 5c2 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇതിന് രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ. 5ൻ്റെയും 2ൻ്റെയും വ്യത്യാസം 3 ഫാക്ടോറിയൽ. പിന്നെ 2 ഫാക്ടോറിയൽ എഴുതുക. ദറ്റ് ഈസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 4 3 2 1. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 2 1. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1. നമുക്ക് കോമൺ ആയിട്ട് വെട്ടിക്കളയുമ്പോൾ 3 × 2 × 1 3 × 2 1 1 വെട്ടിപ്പോയി. പിന്നെ 2 ഉണ്ട്. 2ഉം 4ഉം വെട്ടിക്കഴിയുമ്പോൾ 2 ആയി. i 2 10 ആയി. അന്നേരം നമ്മൾ 5c2 പകരം 10 എന്ന് കൊടുത്തു. 10. ഇനി 3 2 6. പിന്നെ 3ൻ്റെ സ്ക്വയർ 9 താഴെ ആയതുകൊണ്ട് x സ്ക്വയർ പ്ലസ് അടുത്ത 5c3 എങ്ങനെയായിരിക്കും? 5c3 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ വ്യത്യാസം 2 ഫാക്ടോറിയൽ × 3 ഫാക്ടോറിയൽ. നമ്മൾ മുമ്പേ ചെയ്ത് തന്നെയാണ്. അതിൻ്റെ ഓർഡർ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ ആണ്. ഇവിടെ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ. അന്നേരം അതിൻ്റെ വാല്യൂ 10 തന്നെയാണ്. 10. അന്നേരം 5 ഇനി 10 x സ്ക്വയറിൻ്റെ സ്ക്വയർ x⁻4 3ൻ്റെ ക്യൂബ് 3 × 3 × 3 3 × 3 9 9 × 3 27 ബൈ എക്സിൻ്റെ ക്യൂബ് x ക്യൂബ് പ്ലസ് 5c4 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ വ്യത്യാസം 1 ഫാക്ടോറിയൽ × 4 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 4 3 2 1 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 3 2 1. അത്ര വെട്ടിപ്പോയി കഴിയുമ്പോൾ എന്ത് വരും? 5. 5 ഇവിടെ x സ്ക്വയറിൻ്റെ പവർ ഒന്നേ ഉള്ളൂ. x സ്ക്വയർ
3/4 3/4 എന്ന് പറയുമ്പോൾ 3 × 3 9 3 × 3 9 9 81/x⁴ പ്ലസ് 5c5 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞുകൊണ്ട് 3/5 എത്ര വരും? 81 × 3 എത്ര വരും? 243. അന്നേരം 243/x⁵. 243 3 × 3 9 3 × 3 9 9 81 81 പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 81 × 3 243. നമുക്കൊന്നുള്ള ഭംഗിയാക്കി എഴുതാം. ഭംഗിയാക്കി കഴിയുമ്പോൾ 1 × x⁻10 പ്ലസ് ഇവിടെ എത്ര വരും? 5 3 3 15. മുകളിൽ 8 ഉണ്ട്, താഴെ 1 ഉണ്ട്. പോയിട്ട് മുകളിൽ 7. 10 × 9 90. മുകളിൽ 6 ഉണ്ട്, താഴെ 2 ഉണ്ട്. x⁴ പ്ലസ് ഇവിടെ എത്ര വരും? 27 × 10 270. മുകളിൽ 4 ഉണ്ട്, താഴെ 3 ഉണ്ട്. x⁻1 പ്ലസ് 81 × 5 81 × 5 405. താഴെയാണ്, മുകളിൽ 2 ഉണ്ട്, താഴെ 4. എന്നാലും താഴെ x⁻2 പ്ലസ് 243/x⁵. ഇത് ഇച്ചിരി ശ്രദ്ധിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 2 മാർക്കിന് മുതലാവില്ലാത്ത ഒരു ക്വസ്റ്റ്യനാണ്, കുറച്ച് കൂടുതൽ ചെയ്യാനുണ്ട്. ഇതും ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് ഞാനത് സ്റ്റാർ ഇട്ടേക്കാം. അല്ല, ക്വസ്റ്റ്യൻ നമ്മൾ ഏതായിരുന്നു പറഞ്ഞേ? 5ാമത്തെ ക്വസ്റ്റ്യനാണ്. അല്ല, 5ാമത്തല്ലല്ലോ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്റ്റാർ ഇട്ടിട്ടുണ്ട്. യൂസിങ് ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് x² + 3/x⁵. അന്നേരം കിട്ടിയ ഉത്തരത്തിൻ്റെ അകത്ത് 1 2 3 4 5 6 ടേമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. x² + 3/x⁵. ഇത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഇത് കൂടെ എഴുതുക. ഞാൻ പറഞ്ഞിട്ട് ഓർഡറിലാണോ നോക്കുക. 5c0 5c1 5c2 5c3 5c4 5c5 എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ടൈം കുറഞ്ഞ് വരുന്ന നോക്കുക. 5 4 3 2 1 ഇല്ലാതായി. രണ്ടാമത്തെ ടൈം തുടങ്ങി 1 ആയി 2 ആയി 3 ആയി 4 ആയി 5 ആയി. 5c0 1 ആണ്, 5c1 5 ആണ്, 5c5 1 ആണ്. ബാക്കി നമുക്കെല്ലാം കണ്ടുപിടിക്കാം. അന്നേരം ആദ്യത്തെ 501 x⁻10 5c1 5 ആയി, x⁻8 3/x അതുപോലെ തന്നെ എഴുതി. അടുത്ത 5c2 10 കണ്ടുപിടിച്ചു. x⁻6 9/x². അടുത്ത 5c3 10 ആണ്. 10 x⁻4 27 3/3 27/x³ + 5c4 5 x². 3/4 81/x⁻4 + 5c5 1 243/x⁻5 എന്ന് പറഞ്ഞാൽ 243/x⁻5. ഭംഗിയാക്കി എഴുതി കഴിയുമ്പോൾ x⁻10 പ്ലസ് 15 x⁻7 പ്ലസ് 90 x⁻4 പ്ലസ് 270x പ്ലസ് 405/x² പ്ലസ് 243/x⁻5. ശരി, ബുദ്ധിമുട്ടുണ്ടെന്ന് എഴുതി നമുക്ക് നോക്കിയാൽ കിട്ടാവുന്ന പ്രോബ്ലമാണ്. ഓക്കെ, ഇനി നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മിഡിൽ ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x/3 + 9y⁻10. ഇത് ഫോക്കസ് ഏരിയയ്ക്ക് വെളിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരുന്നില്ല. ഫൈൻഡ് ദി മിഡിൽ ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x/3 + 9y⁻10. നമ്മളിവിടെ ആദ്യം ഇവിടെ n = 10 എന്ന് എഴുതാം. 10 ഒരു ഈവനാണ്. മിഡിൽ ടേം ഈസ്, എന്നിട്ട് മിഡിൽ ടേമിൻ്റെ ഒരു ഫോർമുലയാണ്. മിഡിൽ ടേം മീൻസ് n/2 + 1 ടേം ആയിരിക്കും. n/2 + 1 ടേം ആയിരിക്കും. ദാറ്റ് ഈസ് എന്ത് പറയാം? n/2 എന്ന് പറഞ്ഞാൽ 10 10/2 + 1 ടേം ആയിരിക്കും മിഡിൽ ടേം. അന്നേരം 10/2 5 5 1 6 6th ടേം ആയിരിക്കും. 6th ടേം ആയിരിക്കും മിഡിൽ ടേം വരുന്നത്. 6th ടേമാണ് മിഡിൽ ടേം വരുന്നത്. നമ്മൾ ടേം എഴുതുമ്പോൾ നമുക്ക് ടേമിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. TR+1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. TR+1 എങ്ങനെ എഴുതുന്നത്? TR+1 എന്ന് പറഞ്ഞാൽ NCR
എ റൈസ് ടു എൻ മൈനസ് ആറ് ബി റൈസ് ടു ആർ. നമ്മളത് പഠിക്കണം, കാരണം അത് പഠിക്കാൻ നിവൃത്തിയില്ല. എൻ സി ആർ ഒന്നുകൂടെ പല പ്രാവശ്യം പഠിക്കുമ്പോൾ കിട്ടിക്കോളും. ടി ആർ പ്ലസ് 1 ഈക്വൽ ടു എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആറ് ബി റൈസ് ടു ആർ. ടി ആർ പ്ലസ് 1 ഈക്വൽ ടു എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആറ് ബി റൈസ് ടു ആർ. എൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുക. 10 സി ആർ. എയുടെ സ്ഥാനത്ത് ആദ്യത്തെ ടേം എക്സ് ബൈ 3 റൈസ് ടു എൻ മൈനസ് ആർ. 10 മൈനസ് 6. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വൈ റൈസ് ടു 6. എന്നാലും നമുക്ക് ആറാമത്തെ ടേമാണ്. ആറാമത്തെ ടേം ടി ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് 1 ടേമാണ്. ടി ആർ പ്ലസ് 1 ആർ പ്ലസ് 1 ടേമാണ്. എന്നാൽ ആറാമത്തെ ടേം കിട്ടണമെങ്കിൽ ആറിൽ എന്ത് കൊടുക്കണം? ആർ ഈക്വൽ ടു 5 കൊടുക്കുമ്പോൾ നമുക്ക് ടി 6 കിട്ടും. ആർ ഈസ് ഈക്വൽ ടു 5 നമുക്ക് 6th ടേം കിട്ടും. 5 കൊടുക്കുമ്പോൾ 5 + 1 6th ടേം ആവും. എന്നാലും ഇവിടുത്തെ ആറിൻ്റെ ഒന്ന് കുറച്ച് ചിന്തിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആറിൻ്റെ സ്ഥാനത്ത് 5. ഈ 6 കൊടുക്കും. പലരും തെറ്റിപ്പോകുന്ന ഇവിടെ ഇവിടെ ടി 6 എഴുതി വെക്കും, എല്ലാവരും 6 എഴുതി വെക്കും. ആർ ഈസ് ഈക്വൽ ടു 5 ആണ്. അന്നേരം 10 സി 5 എക്സ് ബൈ 3 റൈസ് ടു 10 മൈനസ് 5 9 വൈ റൈസ് ടു 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സി 5 കണ്ടുപിടിക്കണം. 10 സി 5 10 സി 5 ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ വ്യത്യാസം 5 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. നമുക്ക് 5 ഫാക്ടോറിയൽ വരുമ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് ഇങ്ങനെ വെട്ടാം. ഇത് മുഴുവൻ എഴുതാതെ നമുക്കിങ്ങനെ വെട്ടാം. 10 9 8 7 6 5 തൊട്ടുള്ള വെട്ടിപ്പോയി. എന്നാൽ താഴത്തെ ഒരു 5 വെട്ടിപ്പോയി. താഴത്തെ ഒരു 5 വെട്ടിപ്പോയിട്ട് പിന്നെ 5 4 3 2 1 ഉണ്ട്. അങ്ങനെ 10 ഫാക്ടോറിയൽ 10 9 8 7 6 5 ഫാക്ടോറിയൽ ബാക്കി വരും. ആ 5 ഫാക്ടോറിയൽ വെട്ടിപ്പോയി. പിന്നെ 5 ഫാക്ടോറിയൽ താഴെയുണ്ട്. 2 5 ഫാക്ടോറിയൽ. അന്നേരം നമുക്ക് ഇതിനെ നമുക്ക് 2 10 അതങ്ങ് വെട്ടിപ്പോയി. പിന്നെ 4 8 അല്ല 4 ഉള്ളൂ. ഇവിടെ 2 വെട്ടിപ്പോയി. 3 2 6. അന്നേരം ബാക്കിയൊന്നും വെച്ച് വരും. ഒരു 9 ഉണ്ട്, ഒരു 2 ഉണ്ട്, ഒരു 2 ഉണ്ട്, ഒരു 7 ഉണ്ട്, ഒരു 2 ഉണ്ട്. നമുക്ക് 2 10 വെട്ടിപ്പോയി. 9 വെട്ടിയില്ല. 4 2 8 2ആയി. ഒരു 7 മിച്ചമുണ്ട്. 3 2 6. ഓക്കെ. എന്നാലും ബാക്കി മിച്ചം വരുന്നത് 9 2 18 7 2 14. 18 ഇൻറ്റു 14 വരുമ്പോൾ 252. 252 വരും. 252. ഇനി എക്സ് റൈസ് ടു എത്ര വരും? എക്സ് റൈസ് ടു 10 മൈനസ് 5 എക്സ് റൈസ് ടു 5 3 റൈസ് ടു 5. 3 റൈസ് ടു 5 നമ്മൾ മുമ്പ് ചെയ്തതാണ്. 3 റൈസ് ടു 5 മുമ്പത്തെ വരുമ്പോൾ 3 റൈസ് ടു 4 വരുമ്പോൾ 243 വരും. അല്ല, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ്. പിന്നെ 9 റൈസ് ടു 5 വൈ റൈസ് ടു 5. അന്നേരം 9 റൈസ് ടു 5 ഇങ്ങോട്ട് വരും. 9 റൈസ് ടു 5 വരും. 9 ഇൻറ്റു 9 81. 9 ഇൻറ്റു 9 81. പിന്നെ 9 കൂടെ. അന്നേരം 81 ഇൻറ്റു 81 സമം ഇൻറ്റു ഒരു 9 കൂടെ അത് വരും. 5 9 0 4 9 വരും. പിന്നെ ഇൻറ്റു 252 സമം വലിയൊരു സംഖ്യ വരും. ബൈ 243 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ 61,236 വരും. ഇൻറ്റു എക്സ് റൈസ് ടു 5 വൈ റൈസ് ടു 5. സിംപ്ലിഫൈ ചെയ്താണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ 9 റൈസ് ടു 5 എന്ന് പറയുമ്പോൾ 59049 എന്ന് വരും. അതിനെ 252 മൾട്ടിപ്ലൈ ചെയ്തു. 252 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 243 ഡിവൈഡ് ചെയ്തപ്പോൾ 61,236 എക്സ് റൈസ് ടു 5 വൈ റൈസ് ടു 5 ആയി. ഇത് കുറച്ച് മൾട്ടിപ്ലിക്കേഷനൊക്കെ ഉണ്ട്. എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയാം. കുറച്ച് പാഠം ബൈനോമിയൽക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കൂടുതൽ വരും. n ഈസ് ഈക്വൽ ടു 10. അന്നേരം 10 വരുമ്പോൾ അതിൻ്റെ അത് 10 വരുമ്പോൾ 11 ടേം ഉണ്ട്. 11 ടേം വരുമ്പോൾ നമുക്കൊരു നടുക്കൊരു ടേം ഉള്ളതെന്ന് മനസ്സിലാവും.
ഇപ്പോൾ മൂന്നെണ്ണം വരുമ്പോൾ സ്ക്വയർ വരുമ്പോൾ എ പ്ലസ് ബി ഓൾ സ്ക്വയർ വരുമ്പോൾ എത്ര ടേം ഉണ്ട്? അതിൻ്റെ അകത്ത് 3 ടേം ഉണ്ട്. 3 ടേം എന്ന് പറയുമ്പോൾ 3 ടേം ഉണ്ട്. അന്നേരം നടുക്ക് ഒരു ടേം മാത്രമേ ഉള്ളൂ. എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 വരുമ്പോൾ 3 ടേം ഉണ്ട്. 3 ടേമാണ്. അതിൻ്റെ അകത്ത് നടുക്ക് വരുമ്പോൾ ഒരു ടേമേ ഉള്ളൂ. 4 വരുമ്പോഴാണ് 2 വെളിയിൽ ടേം വരുന്നത്. എന്നാൽ ഇവിടെ എൻ ഈവൻ ആയതുകൊണ്ട് വരുമ്പോൾ നടുക്ക് ഒരു ടേമേ ഉള്ളൂ. എൻ ഈവൻ ആയതുകൊണ്ട് നടുക്ക് ഒരു ടേമേ ഉള്ളൂ. ആ ഫോർമുല ഓർക്കണം. n/2 + 1 ആണ്. ഈ ബൈ മാറിപ്പോയി കഴിഞ്ഞാൽ ഉത്തരം മാറിപ്പോകും. വീണ്ടും വന്നു n/2 + 1 ടേമാണ്. അന്നേരം 10/2 + 1 6th ടേം 10/2 5 5നോട് 1 കൂടുമ്പോൾ 6th ആയി. അല്ലാതെ 10 + 1 വെച്ചാൽ തെറ്റിപ്പോവും. എന്ന് പറഞ്ഞാൽ n/2ൻ്റെ കൂടെയാണ് 1 കൂട്ടേണ്ടത്. ഓക്കെ, ടേം എഴുതുമ്പോൾ നമ്മൾ ടേമിൻ്റെ ഫോർമുല എഴുതാം. TR + 1 NCR A⁻n - R B⁻R. എന്നിൻ്റെ സ്ഥാനത്ത് 10 കൊടുത്തു, എന്നിൻ്റെ സ്ഥാനത്ത് 10 കൊടുത്തു, എയുടെ സ്ഥാനത്ത് ആദ്യത്തെ x/3 കൊടുത്തു, ബിയുടെ സ്ഥാനത്ത് 9y കൊടുത്തു. അന്നേരം കൊടുത്തു കഴിയുമ്പോൾ 10CR x/3 10 - R 9y ആയി. എന്നാൽ ഇവിടെ നമുക്ക് 6th ടേം കണ്ടുപിടിക്കും. 6th ടേം ഇത് R+1 ടേമിൻ്റെ ഫോർമുലയാണ്. അന്നേരം 6th ടേം വരണമെങ്കിൽ ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുമ്പോഴാണ് R1 5 + 1 6th ടേം ആവുള്ളൂ. എന്നാൽ R = 5 T6 കിട്ടും. എന്നാൽ ആറിൻ്റെ സ്ഥാനത്തെല്ലാം 5 കൊടുക്കണം. ഇവിടെ T6 എഴുതി വെച്ച് എല്ലാവരും 6 എഴുതി വെക്കും. അങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്. അന്നേരം 10C5 x/3 10 - 5 9y5. 10C5നെ 252 കിട്ടി. 9/5നെ നമുക്ക് 59,049 കിട്ടി. അതിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് 240 ഡിവൈഡ് ചെയ്യുന്നു. x5 y5 ഈസ് ആൻസർ. ഇനി നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനാണ്. അതൊരു സീക്വൻസ് ആൻഡ് സീരീസിലെ ക്വസ്റ്റ്യനാണ്. ഇത് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരുന്നില്ല. ജോമെട്രി സീക്വൻസ് GP ആണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരുന്നത്. ഇത് AP യിലെ ക്വസ്റ്റ്യനാണ്. ഞാൻ AP ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്നാണ് AP അരിത്മെറ്റിക് പ്രോഗ്രഷൻ. 8th ടേം ഈസ് 16 ആൻഡ് 16th ടേം ഈസ് 48. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒന്നാമത് ഫൈൻഡ് ദി കോമൺ ഡിഫറൻസ് ഓഫ് ദി AP. രണ്ടാമത് ചോദ്യം ഫൈൻഡ് ദി 25th ടേം ഓഫ് ദി AP. ഒന്നുകൂടെ പറയാം. ഇന്നാണ് AP അരിത്മെറ്റിക് പ്രോഗ്രഷൻ 8th ടേമിൽ നമ്മൾ കൊടുക്കുന്നത് A8 = 16. രണ്ടാമത് പറഞ്ഞേക്കുന്നത് 16th ടേം A16 = 48 ആണ് നമുക്ക് ചോദ്യം തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് D കണ്ടുപിടിക്കണം. ഒന്നാമത്തെ പ്രോബ്ലം. നമുക്കിത് 2 ടേം എടുത്ത് A8ൻ്റെ ഫോർമുല എഴുതി A16ൻ്റെ ഫോർമുല എഴുതി രണ്ടും കൂടെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നമ്മൾ +1 അങ്ങനെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. +1 ടെക്സ്റ്റിലൊക്കെ അങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷെ വളരെ സ്റ്റെപ്പ് കൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 1 മാർക്കിൻ്റെ ഉള്ളൂ. അതിന് നമുക്കിങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. A16 മൈനസ് ടേം ഡിഫറൻസ് A16 A16 മൈനസ് A8 = ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 8 8 16 8D എന്ന് എഴുതാം. ശ്രദ്ധിച്ചിരിക്കുക. A16 മൈനസ് A8 = 8D എന്ന് എഴുതാം. A16 + A16 എന്ന് വലിയ ടേം കൂടിയ ടേം എഴുതുക. A16 മൈനസ് A8 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യത്യാസത്തിൻ്റെ D എന്ന് എഴുതുക. അന്നേരം നമുക്ക് A16 എന്ന് പറഞ്ഞാൽ 48 ആണ്. A16 A8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. = 8DA. 48 നിന്ന് 16 കുറയ്ക്കുമ്പോൾ ഇത് കിട്ടും. നോക്കി 48 മൈനസ് 16 = 32 ആയി. അന്നേരം 32 = 8D. അന്നേരം D എത്ര വരും? D = ഇതിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 32/8. അന്നേരം D = 4 8 32. അന്നേരം കോമൺ ഡിഫറൻസ് D എത്ര വന്നു? 4. കോമൺ ഡിഫറൻസ് D = 4 ആയി. നമ്മളത് ഈ രീതിയിൽ കണ്ടുപിടിക്കുക. അതാണ് എളുപ്പം. നമുക്ക് 1 മാർക്കിന് ചെയ്യാൻ എളുപ്പമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദി 25th ടേം. അന്നേരം നമ്മളിവിടെ A1 D ഒക്കെ വേണം. നമുക്ക് അതില്ലാതെ തന്നെ കണ്ടുപിടിക്കാം. 25th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. A15 = നമ്മൾ ഇവിടെ കൂടിയ ടേം എന്ന് പറഞ്ഞാൽ A16 ആണ്. A16 16 കഴിഞ്ഞ് എത്ര? 16 9 25 പ്ലസ് 9D എന്ന് എഴുതിയാൽ മതി. അതാണ് ഏറ്റവും നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. A25 = A16 പ്ലസ് ഈ 16നോട് എത്ര കൂട്ടിയാൽ 25 കിട്ടും നോക്കുക. 16 9 ആ 9D എന്ന് എഴുതി 9 പ്രാവശ്യത്തെ ഡിഫറൻസ് കിട്ടി കഴിയുമ്പോൾ ആ ടൈമിൽ എത്തിക്കോളും. ദറ്റ് ഈസ് = A16 എന്ന് പറഞ്ഞാൽ
48 പ്ലസ് 9 ഇൻറ്റു ഡി 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 48 പ്ലസ് 4 36. എന്നാൽ 48ൻ്റെ കൂടെ 48 പ്ലസ് 36 എത്ര വരും? 84. അന്നേരം നമുക്ക് എന്താ A25 25th ടേം ഈക്വൽ ടു 84. നമുക്ക് ഇനി 7ാമത്തെ പ്രോബ്ലം നോക്കാം. എല്ലാവരും പേപ്പറൊക്കെ ആയിട്ട് ഇരിക്കുക, എന്നാൽ ഇതിനകത്ത് നമ്മൾ പറയുന്നതനുസരിച്ച് എഴുതിയെടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ച് പോയിക്കോളും. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഫോക്കസ് ഏരിയയ്ക്കാന്നുള്ള ക്വസ്റ്റ്യനാണ്. ഫോക്കസ് ഏരിയ എന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ്സ് -2, 6 and 4, 8. നമുക്ക് വെറുതെ ലൈനൊക്കെ ഒന്നാമത്തെ ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ്. ഒരു ലൈൻ ജോയിൻ ചെയ്തേക്കുന്ന 2 പോയിൻറ്റുകളാണ്. ഏതൊക്കെയാണ്? -2, 6 4, 8 ജോയിൻ. ആ 2 പോയിൻ്റ് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ലൈൻ, അതിൻ്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കുന്നത്. സ്ലോപ്പ് നമുക്ക് ആദ്യത്തെ പോയിൻറ്റിനെ x1 y1 എന്നും രണ്ടാമത്തെ പോയിൻറ്റിന് x2 y2 എന്ന് കൊടുക്കുക. എന്നാലും നമുക്ക് വേണ്ടത് സ്ലോപ്പാണ്. സ്ലോപ്പിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 പോയിൻറ്റ് വഴി സ്ലോപ്പിൻ്റെ ഫോർമുല പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പിൻ്റെ ഫോർമുല y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. അങ്ങനെ ഇവിടെ y2 എന്ന് പറയുന്നത് 8, y1 എന്ന് പറഞ്ഞത് 6 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 4 മൈനസ് 2 ആണ്. 8 2 ആവും അല്ലേ? 8 ഇവിടെ മൈനസ് പ്ലസ് ആവും. 4 2 6 വെട്ടിക്കഴിയുമ്പോൾ എത്ര? 2 കൊണ്ട് വെട്ടിക്കഴിയുമ്പോൾ 1/3 3 2 6 1/3. എന്നാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ്. ഈ ലൈൻ ജോയിൻ ചെയ്തേക്കുന്ന 2 പോയിൻ്റാണ് -2, 6 4 8 എന്ന് പറഞ്ഞ പോയിന്റ് ചോദിച്ചിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് അന്നേരം നമുക്ക് അല്ലാതെ തന്നെ ഈ ഫോർമുല എഴുതിയാലും കുഴപ്പമില്ല. രണ്ടാമത്തെ സംഖ്യ 4 8 -2 6 അല്ലേ? രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. അതിൻ്റെ y കോർഡിനേറ്റ് 8 - 6 ഡിവൈഡഡ് ബൈ 4 -2. ഇവിടെ തെറ്റ് സംഭവിക്കുന്നത് ചിലർക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഒരു മൈനസ് എഴുതിയില്ല. അവിടേക്കാണ് തെറ്റ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം ഇതുമായിട്ടുള്ള കണക്ഷനുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞേക്കുന്നത് ഇപ്പോൾ തന്നിരിക്കുന്ന ലൈൻ, ഇഫ് ദി എബോവ് ലൈൻ, ഈ ലൈൻ നമുക്ക് ആ ലൈൻ ഒന്നുകൂടെ വരച്ചേക്കാം. ആ ലൈൻ ഏതൊക്കെയായിരുന്നു? -2 6 4 8. ആ ലൈൻ ദ എബോവ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ. അത് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചാൽ മതി. പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ്സ് 8 12 x 24 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒരു വാല്യൂ ഇല്ല. ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. അവിടെ നമുക്കറിയാം 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ലൈൻസ് ആർ സിൻസ് 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, m1 into m2 ഈക്വൽ ടു -1 എന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ m1 നേരത്തെ ഒന്നാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് കിട്ടിയായിരുന്നു. m1 ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. മുകളിൽ നിന്ന് എഴുതിയത് ദ എബോവ് ലൈൻ, ഒരു ലൈൻ ഇതിൻ്റെ ഈ ലൈനിൻ്റെ സ്ലോപ്പും ഈ ലൈനിനോട് സ്ലോപ്പോടെ ഗുണിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആണ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറിൻ്റെ കണ്ടീഷൻ ഓഫ് പെർപെൻഡിക്കുലാരിറ്റി പ്രോഡക്റ്റ് ഓഫ് ദി സ്ലോപ്സ് ഈക്വൽ ടു -1 ആണ്. അതായത് ഇതിൻ്റെ സ്ലോപ്പും ഇതിൻ്റെ സ്ലോപ്പും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആണ്. ഒന്നാമത്തെ സ്ലോപ്പ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റിനിൽ കണ്ടുപിടിച്ചതാണ്. ഇനി രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് m2 കണ്ടുപിടിക്കാൻ പോകുന്നു. m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ഫോർമുല ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ആദ്യത്തെ പോയിന്റ്, ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. അതിൻ്റെ y കോർഡിനേറ്റുകൾ തമ്മിൽ ഡിഫറൻസ് എടുക്കുക. 24 - 12 24 - 12 ഡിവൈഡഡ് ബൈ x മൈനസ് 24 - 12 ഡിവൈഡഡ് ബൈ x മൈനസ് 8 12 2 24. അന്നേരം 12 ഡിവൈഡഡ് ബൈ x മൈനസ് 8 എന്ന് കിട്ടി അല്ലേ? അന്നേരം m1 കിട്ടി, m2 കിട്ടി. അന്നേരം നമുക്കത് കിട്ടി. m1 into m2 is equal to -1. m1 എന്ന് പറഞ്ഞാൽ 1/3 into 12 ഡിവൈഡഡ് ബൈ x മൈനസ് 8 ഈക്വൽ ടു -1. എന്നാലും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് ഭിന്നസംഖ്യകൾ മൾട്ടിപ്ലൈ. 1 × 12 12 3 into x മൈനസ് 8 ഈക്വൽ ടു -1.
അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 12 ഇവിടെ നിൽക്കും, ഈക്വൽ ടു -1 ഇൻറ്റു -1 ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അന്നേരം ഇവിടെ -1 ഉണ്ട്, പിന്നെ ഒരു 3 ഇൻറ്റു x-8 കൂടെ ചെയ്യും. -1 3 ഇൻറ്റു x-8 ഉണ്ട്. അന്നേരം 12 ഈക്വൽ ടു -1 ഇൻറ്റു 3 -3. -3നെ x കൊണ്ട് വിളിക്കും -3x പ്ലസ് മോട്ട് 24 എന്നുള്ള പറയാം. 12 ഇവിടെ എഴുതി. -1 ഇൻറ്റു 3 -3 -3 ആയി. -3x പ്ലസ് മോട്ട് 24. നമുക്ക് എക്സ് ആണ് വേണ്ടത്, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അന്നേരം മൈനസ് പ്ലസ് ആയിക്കോളും. 3x ഈക്വൽ ടു ഇപ്പുറത്ത് 24 ഉണ്ട്, 12. അന്നേരം എത്ര വന്നു? 3x ഈക്വൽ ടു 12 കിട്ടി. എക്സ് ഈക്വൽ ടു 12/3. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താണ് താഴെ കൊണ്ട് തരും. 3 12. അന്നേരം എക്സിൻ്റെ വാല്യൂ 4. അന്നേരം ഇവിടുത്തെ പ്രധാനപ്പെട്ട പെർപ്പൻഡിക്കുലർ വരുമ്പോൾ ലൈൻ പെർപ്പൻഡിക്കുലർ ആണെങ്കിൽ പെർപ്പൻഡിക്കുലർ ആണ് അതിൻ്റെ അടുത്ത് പെർപ്പൻഡിക്കുലർ ആണെങ്കിൽ m1 ഇൻറ്റു m2 ഈക്വൽ ടു -1. പിന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർത്തോണം. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്നോട് പഠിച്ചേ. സ്ലോപ്പ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. പെർപ്പൻഡിക്കുലർ m1 ഇൻറ്റു m2 ഈക്വൽ ടു -1. ഓക്കെ. ഇനി നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യനിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ 8-1. എ പോയിന്റ് XYZ ഈസ് ഓൺ ദി XY പ്ലെയിൻ, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓൾവേസ് ട്രൂ. എ പോയിന്റ് XYZ ഈസ് ഓൺ ദി XY പ്ലെയിൻ ആണ്. ഇത് 3 ഡയമെൻഷൻ ജോമെട്രി എന്നുള്ള പ്രോബ്ലമാണ്. ഒരു XY പ്ലെയിനിലുള്ള ഒരു പോയിന്റിൻ്റെ XY പ്ലെയിനിലുള്ള ഒരു പോയിന്റിൻ്റെ Z കോർഡിനേറ്റ് 0 ആയിരിക്കും. അന്നേരം 8-1 ആൻസർ എന്താണ്? XY പ്ലെയിനിലാവുമ്പോൾ Z ഈക്വൽ ടു 0 ആയിരിക്കും. Z കോർഡിനേറ്റ് XY പ്ലെയിൻ എന്ന് പറയുമ്പോൾ തന്നെ X ഡിസ്റ്റൻസും ഉണ്ട്, Y ഡിസ്റ്റൻസും ഉണ്ട്. Z ഡിസ്റ്റൻസ് ഇല്ല. Z ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ്. രണ്ട് പോയിന്റ് ക്യാപിറ്റൽ A ഈക്വൽ ടു -2 3 5, ക്യാപിറ്റൽ B ഈക്വൽ ടു 1 2 3. ഇതിന് എയും ബി എന്ന് കൊടുത്തു. ഡിസ്റ്റൻസ് AB കണ്ടുപിടിക്കുന്നു. AB-യുടെ ഫോർമുല എന്താണ്? AB-യുടെ ഫോർമുല ഡിസ്റ്റൻസ് 3 ഡയമെൻഷൻ ജോമെട്രിയിലെ പ്രോബ്ലമാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു അന്നേരം ഇത് x1 y1 z1, ഇത് x2 y2 z2 ആണ്. അന്നേരം x2 എന്താണ്? x2 1 മൈനസ് -2 ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 5 ഹോൾ സ്ക്വയർ. എല്ലാവരും എൻ്റെ കൂടെ ചെയ്ത് പഠിക്കുവാണ്. നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ആൻസർ കൊണ്ട് നമുക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ഗൈഡുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതുകൊണ്ട് കാര്യമില്ല. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാതെന്ന് കൂടെ എഴുതിയാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. √1 മൈനസ് പ്ലസ് 1 പ്ലസ് 2 3 സ്ക്വയർ 9 പ്ലസ് 2 മൈനസ് 3 -1 -1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 3 മൈനസ് 5 -2 -2ൻ്റെ സ്ക്വയർ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് വന്നു √14. അന്നേരം എ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് √14 ആണ്. അന്നേരം 8ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ പറയാം. എ പോയിന്റ് ദി XY പ്ലെയിൻ. XY എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഏതാണെന്ന് നോക്കിയാൽ മതി. XY പ്ലെയിൻ ആകുമ്പോൾ Z ഈക്വൽ ടു 0. XY പ്ലെയിനിൽ Z ഈക്വൽ 0. ദ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഫോർമുലയാണ് √x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. അന്നേരം ഇവിടെ മൈനസ് പ്ലസ് ആവും.
2 + 1 3 ആയി, 3യുടെ സ്ക്വയർ 9, 2 - 3 - 1, -1 സ്ക്വയർ 1, 3 - 5 - 2 -2 സ്ക്വയർ 4√14. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് 4, 8, 10 ആൻഡ് 6, 10, -8 ഈസ് ഡിവൈഡഡ് ബൈ ദി YZ പ്ലെയിൻ. ഇത് 3 ഡയമെൻഷണൽ ജോമെട്രിയിലെ പ്രോബ്ലമാണ്. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. ഫോക്കസ് ഏരിയയിൽ നല്ല നോൺ ഫോക്കസ് ഏരിയയിലുള്ള പ്രോബ്ലമാണ്. ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദി റേഷ്യോ ഇൻ വിച്ച്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഫോക്കസ് ഏരിയയ്ക്ക് വെളിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി റേഷ്യോ ഇൻ വിച്ച് ദി ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദി പോയിൻറ്റ്സ് 4, 8, 10 ആൻഡ് 6, 10, -8 ഈസ് ഡിവൈഡഡ് ബൈ ദി YZ പ്ലെയിൻ. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു YZ പ്ലെയിൻ വരയ്ക്കുന്നു. ഇത് YZ പ്ലെയിൻ ആണ്. അത് ഒരു പോയിൻ്റ് 4, 8, 10 6, 10, -8 2 പോയിൻ്റ്. പോയിൻറ്റിന് പേര് കൊടുത്തു AAB. നമുക്ക് ഈ YZ പ്ലെയിൻ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റിന് P എന്ന് കൊടുത്തു, ഈ പ്ലെയിനയുടെ പോയിൻറ്റിന് P എന്ന് കൊടുത്തു. അതിൻ്റെ കോർഡിനേറ്റ് അറിയത്തില്ലാത്തതുകൊണ്ട് XYZ എന്ന് കൊടുത്തു. എന്നാൽ നമുക്ക് കിട്ടേണ്ടത് എയിൽ നിന്ന് Pയിലേക്കുള്ള ദൂരവും Pയിൽ നിന്ന് Bയിലേക്കുള്ള ദൂരമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് നമ്മൾ K:1 എന്നും കൊടുത്തു. ആ റേഷ്യോയെ K:1 എന്ന് കൊടുത്തു. നമുക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. ലെറ്റ് PXYZ be the point divide AB in the ratio. AB in the ratio K:1 എന്ന് കിട്ടും. അന്നേരം ഒന്നുകൂടെ പറയാം. ലെറ്റ് PXYZ be the point divide AB in the ratio K:1. നമുക്ക് അന്നേരം ഈ Pയുടെ X എന്ന് പറയുന്ന കോർഡിനേറ്റ് നമുക്ക് എങ്ങനെയാണ് X = എങ്ങനെയാണ് ഇടുന്നത്? ഈ Kയെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6K പ്ലസ് ഈ 1നെ 4 കൊണ്ട് ഓടിക്കാം. 4 ഡിവൈഡഡ് ബൈ K+1. അടുത്ത് Y കണ്ടുപിടിക്കുന്നത്. Y കണ്ടുപിടിക്കുന്നത് K × 10, 10K പ്ലസ് പിന്നെ 1 കൊണ്ട് 8നെ മൾട്ടിപ്ലൈ 8 ഡിവൈഡഡ് ബൈ K+1. അടുത്ത Z കണ്ടുപിടിക്കുന്നത് K × -8, -8K പ്ലസ് 1 × 10, 10 ഡിവൈഡഡ് ബൈ K+1. അന്നേരം X കോർഡിനേറ്റ്, ഈ P എന്ന് പറയുന്ന പോയിന്റിന് X കോർഡിനേറ്റ് കിട്ടും, Y കോർഡിനേറ്റും കിട്ടി, Z കോർഡിനേറ്റും കിട്ടി. നമുക്കറിയാം ഇൻ YZ പ്ലെയിൻ ആകുമ്പോൾ YZ ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഇല്ലാത്ത ലെറ്റർ X ആണ്. അന്നേരം ഇൻ YZ പ്ലെയിൻ X കോർഡിനേറ്റ് = 0. അന്നേരം നമുക്കിവിടെ X കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഏതാ? 6K പ്ലസ്, ദാറ്റ് ഈസ് 6K പ്ലസ് 4 ഡിവൈഡഡ് ബൈ K+1 = 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ K+1 × 0, 0 അതിലേക്ക് പോകും. അന്നേരം നമുക്ക് മിച്ചമുള്ളത് 6K പ്ലസ് 4 = 0. ഇവിടെ 4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ 6K = -4. അന്നേരം K = -4/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ -2/3. എന്നാൽ നമുക്കിവിടെ therefore കൺക്ലൂഷൻ എഴുതാം. therefore YZ plane divide AB in the ratio AB externally, ഇതിവിടെ നെഗറ്റീവ് വാല്യൂ വന്നേക്കുന്നതുകൊണ്ട് എക്സ്റ്റേണലി ഇൻ ദി റേഷ്യോ, എക്സ്റ്റേണലി നെഗറ്റീവ് ആയതുകൊണ്ട് എക്സ്റ്റേണലി ആണ് എന്ന് പറഞ്ഞാൽ പോയിന്റ് പുറത്താണ് കട്ട് ചെയ്തേക്കുന്നത്. എക്സ്റ്റേണലി ഇൻ ദി റേഷ്യോ 2:3. നെഗറ്റീവ് വന്നു കഴിയുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി എഴുതണം. നെഗറ്റീവ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻറ്റേർണലി എന്ന് എഴുതണം. YZ പ്ലെയിൻ ഡിവൈഡ് AB എക്സ്റ്റേണലി ഇൻ ദി റേഷ്യോ 2:3. ഓക്കെ. ഇനി നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. കൺസിഡർ ദി പരാബോള y² = 16x. ഇത് കോണിക് സെക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി പരാബോള y² = 16x. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്ടം ഓഫ് ദി പരാബോള. നമുക്ക് അതൊന്ന് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് y² = 16x ആണ്.
ഇതിൻ്റെ ഫോർമുലയായിട്ട് കമ്പാരിസൺ വരുന്ന ഫോർമുല y² = 4ax ആണ്. അപ്പോൾ നമുക്ക് അന്നേരം y² ഉണ്ട്, സമത്തിന് സമമുണ്ട്, എക്സിന് എക്സും ഉണ്ട്. അന്നേരം 4a = 16 ആയി. അന്നേരം a = 16/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നമുക്കറിയാം ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ കോഡ് പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആണ്. പെർപെൻഡിക്കുലർ കോഡ് പാസിംഗ് ത്രൂ ദ ഫോക്കസ്, അതിൻ്റെ ലെങ്ത് ആണ്, ആ കോഡിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്ടം, ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്ടം ഈക്വൽ ടു 4a ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 4 × 4, ദറ്റ് ഈസ് ഈക്വൽ ടു 16. അന്നേരം അതിൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ബി ആണ്. ആൻസർ ബി. അന്നേരം ഒന്നിൻ്റെ ആൻസർ ബി ആണ്. ബി. അന്നേരം അതിൻ്റെ അകത്ത് എ കണ്ടുപിടിക്കുക, പരാബോളയുടെ എ കണ്ടുപിടിക്കുക. ലാറ്റസ് റെക്ടത്തിൻ്റെ ലെങ്ത് 4a ആണ്. 4 × 4 16. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദി കോർഡിനേറ്റ് ഓഫ് ദി ഫോക്കസ്. നമുക്ക് ഇതിൻ്റെ ഈ പരാബോളയുടെ റഫ് ഫിഗർ എന്ന് വരയ്ക്കാം. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് y² = 16x പരാബോള പോസിറ്റീവ് ആയതുകൊണ്ട് വലത് ഭാഗത്തേക്ക് തുറന്നിരിക്കും. അന്നേരം ഫോക്കസ് ഇവിടെ വരും, ഡയറക്ട്രിക്സ് ഇവിടെ വരും. ഓക്കെ, അന്നേരം ഇവിടെ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി ഫോക്കസ്. അന്നേരം ഫോക്കസിൻ്റെ പേര് എസ് എന്നാണ് കൊടുക്കുന്നത്. ഫോക്കസ് ഇവിടെ ആയതുകൊണ്ട് അത് A0 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ 40. ഫോക്കസ് 40. ഫോക്കസ് എസ് ഈസ് ഈക്വൽ ടു A0. ഓക്കെ, പോസിറ്റീവ് ഭാഗത്താണ്, അതുകൊണ്ട് A0 ആണ്. ഇതാണ് ഡയറക്ട്രിക്സ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ ഓഫ് ദി ഡയറക്ട്രിക്സ് ഈസ് എന്ന് പറഞ്ഞാൽ ഈ ദൂരം A ആണ്, ഈ ദൂരം A ആണ്, ഈ ദൂരം A ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരം A ആണ്, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരം A ആണ്. എന്നാൽ ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. y ആക്സിന് പാരലായിട്ടാണ് ഡയറക്ട്രിക്സ് പോകുന്നത്. y ആക്സിന് പാരലായിട്ട് പോകുന്ന ലൈൻ്റെ ഇക്വേഷൻ x = എന്നാണ്. പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ലെങ്ത് ആണ്, എക്സിൻ്റെ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് x = -a വരും. y ആക്സിന് പാരലാണെങ്കിൽ അത് x = എന്ന് വരും. മറ്റേ ഡിസ്റ്റൻസ് -a യൂണിറ്റ് ആയതുകൊണ്ട് x = -a. നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ x = -a. x = a എത്രയാണ്? -4. നമുക്ക് ഭംഗിയാക്കി കഴിയുമ്പോൾ എങ്ങനെ വരും? x + 4 = 0. അതിൻ്റെ ഇക്വേഷൻ x + 4 = 0 ആണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത് ഇവാലുവേറ്റ് ലിമിറ്റ് x → 2 x⁵5 - 32 / x³ - 8. നമ്മുടെ തൊട്ട് മുമ്പിൽ പറഞ്ഞ ചോദ്യം ഒന്നുകൂടെ പറയുന്നു. തൊട്ട് മുമ്പിൽ പറഞ്ഞ ചോദ്യം 10ാമത്തെ ചോദ്യമായിരുന്നു. അത് ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഞാനന്ന് സ്റ്റാർട്ട് കാണിച്ചു. ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് കാണിക്കാത്ത ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. എന്നാൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, വീണ്ടും 11ാമത്തെ പ്രോബ്ലം ഇതും ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള പ്രോബ്ലമാണ്. അപ്പോൾ നമുക്കതൊന്നും എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ ചോദ്യം ഒന്നുകൂടെ എഴുതുന്നു. ലിമിറ്റ് x → 2 x⁵5 - 32 / x³ - 8. നമുക്കിത് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ സ്റ്റെപ്പ് വേണ്ടതുള്ളതുകൊണ്ട് നമുക്കിതിനെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ x → 2 ആയതുകൊണ്ട് x - 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് സെപ്പറേറ്റ് ലിമിറ്റും അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് x → 2 x⁵5 - 32 / x - 2. ന്യൂമറേറ്ററിനെ x - 2 ഡിവൈഡ് ചെയ്തു. ഡിനോമിനേറ്ററിനെ x³ - 8 / x - 2. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ x - 2 ഡിവൈഡ് ചെയ്തു. സെപ്പറേറ്റ് ലിമിറ്റും അപ്ലൈ ചെയ്തു. അന്നേരം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ലിമിറ്റും അപ്ലൈ ചെയ്തു. x - 2 ഡിവൈഡ് ചെയ്തു. ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x → 2. നമുക്ക് x⁵5 - 32നെ 2⁵5 എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ x - 2 ഡിവൈഡഡ് ബൈ ലിമിറ്റ് x → 2 x³ - 8നെ 2⁵3 എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ x - 2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നമ്മുടെ ഫോർമുലയിലാണ് കിടക്കുന്നത്. ലിമിറ്റ്
എക്സ് ടെൻസ് ടു എ, എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 ആണ്. അന്നേരം എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇൻറ്റു ബേസ് റൈസ് ടു പവർ മൈനസ് 1. എന്നാൽ നമുക്കിവിടെ എങ്ങനെ വരും? 5 ഇൻറ്റു ബേസ് 2 ആണ്, 2 റൈസ് ടു 5 മൈനസ് 1. താഴെയും അതുപോലെ തന്നെയാണ് വരുന്നത്, 3 ഇൻറ്റു 2 റൈസ് ടു 3 മൈനസ് 1. ദറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 റൈസ് ടു 4, 5 മൈനസ് 1 2 റൈസ് ടു 4, 3 ഇൻറ്റു 2 റൈസ് ടു 2, 3 മൈനസ് 1 2 ആവും. അന്നേരം ഇവിടെ എങ്ങനെ വരും? 5 ഇൻറ്റു 2 സ്ക്വയർ പോയിട്ട് 2 സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ 3. ദറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3, 20 ബൈ 3. ഇനി നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യൻ. അന്നേരം 3 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ 12 ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അന്നേരം ഞാനിതിനെ 3 മാർക്കുള്ള ക്വസ്റ്റ്യൻ്റെ പാർട്ട് എ എന്നും 4 മാർക്കുള്ള ക്വസ്റ്റ്യൻ്റെ പാർട്ട് ബി എന്നും 6 മാർക്കുള്ള ക്വസ്റ്റ്യൻ്റെ പാർട്ട് സിയും ആയിട്ട് കൊടുക്കുകയാണ്. അന്നേരം പാർട്ട് എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് പറയുന്നത്. 3 മാർക്ക് ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് മാത്തമാറ്റിക് റീസണിലെ ക്വസ്റ്റ്യനാണ്. കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ് പി. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10 then it is divisible by 5. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ എഴുതണം, നെഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് കോൺവേഴ്സ് എഴുതണം. മൂന്നാമത്തത് കോൺട്രാ പോസിറ്റീവ് എഴുതണം. എന്നാൽ ഇവിടെ നമുക്കൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതാം. ഇഫ് എ നമ്പർ, 12ാമത്തെ ചോദ്യമാണ് ഇത്. ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് പി സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത്, ഇഫ് എ നമ്പർ ഈസ് divisible by 10 then it is divisible by 5. ഇതാണ് ചോദ്യം. അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നെഗേഷനാണ്. നെഗേഷൻ അതിനെ ഇങ്ങനെ എഴുതാൻ, നെഗേഷൻ മൈനസ് പി ആയിട്ട് ഇടുക. നെഗേഷൻ മൈനസ് പോലെ ഇട്ട് നെഗേഷൻ പി. നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് മുമ്പിൽ ഇറ്റ് ഫാൾസ് ദാറ്റ് എന്ന് എഴുതിയാൽ മതി. ഇറ്റ് ഫാൾസ് ദാറ്റ് if a number is divisible by 10 then it is divisible by 5. അന്നേരം ഏത് ക്വസ്റ്റിനും നെഗേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇറ്റ് ഫാൾസ് ദാറ്റ് എന്ന് ചേർത്താൽ മതി. ഇറ്റ് ഫാൾസ് ദാറ്റ് if a number is divisible by 10 then it is divisible by 5. ഇനി രണ്ടാമത്തെ പാർട്ട് പറഞ്ഞത് കോൺവേഴ്സ് ആണ്. കോൺവേഴ്സ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 എടുത്ത് 10ൻ്റെ അടുത്തിടുക, 10 എടുത്ത് 5ൻ്റെ അവിടെ ഇടുക. എന്നാൽ എങ്ങനെ വരും കോൺവേഴ്സ്? ഇഫ് എ നമ്പർ ഈസ് divisible by 5 then it is divisible by 10. ഇതാണ് കോൺവേഴ്സ്. തിരിച്ചെഴുതിയാൽ മതി. 5നെ 10ന് കൊടുക്കുക, 10ന് 5നും കൊടുക്കുക. വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. അടുത്തത് മൂന്നാമത്തത് കോൺട്രാ പോസിറ്റീവാണ്. കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഈ ആദ്യത്തെ പാർട്ടിനെ രണ്ടാമത്തെ പാർട്ടിനെ നെഗറ്റീവ് ആക്കണം. എന്നാൽ ആദ്യം ഈ ഈസ് കഴിഞ്ഞ് നോട്ട് ചേർത്താൽ മാത്രം മതി. എന്നാൽ എങ്ങനെ വരും? ഇഫ് എ നമ്പർ ഈസ് നോട്ട് divisible by 5, then it is not divisible by 10. നിങ്ങളുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നെഗേഷൻ എഴുതുമ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ ഒന്നുകൂടെ പറയാം. വളരെ
സിമ്പിളായിട്ട് 3 മാർക്ക് കിട്ടുന്ന നെഗേഷൻ എഴുതാൻ വേണ്ടി നമ്മൾ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഫാൾസ് ഇതായിരുന്നു ആദ്യം ചേർത്താൽ മതി. ഈ കോൺവേഴ്സ് എഴുതാൻ വേണ്ടി ആ രണ്ടാമത്തെ സംഖ്യ വരുന്നത് ആദ്യം എഴുതുക, ആദ്യ സംഖ്യയുടെ രണ്ടാമത്തെ എഴുതുക. ഇനി കോൺട്രാപോസിറ്റീവ് എഴുതാൻ വേണ്ടി ആ ഈസ് കഴിഞ്ഞ് രണ്ടിലും നോട്ട് ചേർത്താൽ മതിയാവും. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അന്നേരം പാർട്ട് എ കംപ്ലീറ്റ് ആയി. അടുത്ത വീഡിയോയിൽ നമുക്ക് പാർട്ട് ബി പറയും. 3 വീഡിയോയിലാണ് നമുക്ക് കൂടുതൽ പോർഷൻസ് വരുന്നതുകൊണ്ട്, ലെങ്ത് കൂടുതലായി വരുന്നതുകൊണ്ട് നമ്മൾ പാർട്ട് എ കൊണ്ട് ആദ്യത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇത് നന്നായിട്ട് വീണ്ടും എഴുതി പഠിക്കുക. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസാണ്. 99% ഈ ക്വസ്റ്റ്യൻസ് തന്നെയാകാനാണ് സാധ്യത. വേറെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് വൃത്തിയുള്ള ക്വസ്റ്റ്യൻസും നല്ല ഭംഗിയായിട്ടുള്ള ക്വസ്റ്റ്യൻസൊന്നും വരാനില്ല. എന്നാൽ ഇത് തന്നെയായിരിക്കും കൂടുതലും വരുന്നത്.